ഈ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5.3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് the concessionaire shall not undertake or permit any change in ownership without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% or more of the equity of the concessionaire, whether directly or indirectly, constitute a change of ownership. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ഈ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി. 2 പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കൂടി അനുമതി ഇതിന് വേണ്ടി വരും 2 പ്രാവശ്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി മാത്രമല്ല, ഈ അനുമതി കൂടി വേണ്ടി വരും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിന്റ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഭയങ്കരമായി നമ്മൾ അത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോമൺ യൂസർ ഫെസിലിറ്റി അവിടെ ഉണ്ടാകും. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂസർ ഫെസിലിറ്റി ആണ് അവിടെ ഉണ്ടാകണം. എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാതെ ഒരു മോണോപ്പൊളി, ഒരു കുത്തക അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ കമ്പനിക്ക്. ആ കുത്തക ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. വിവേചനരഹിതമായി എല്ലാ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, വെസൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഷിപ്പേഴ്സ് ഉണ്ട്, കൺസൈനീസ് ഉണ്ട്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വിവേചനരഹിതമായി സ്ഥലം ഒരു കോമൺ സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള കോമൺ ഫെസിലിറ്റി ഉണ്ടാകണം. ഒരു കുത്തകയായി, കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം. കുത്തകയായി ഈ കമ്പനിയുടെ കുത്തകയായി മാറരുത് ഒരു കാരണവശാലും. പിന്നെ ഈ കമ്പനി വെറും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, അവര് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കമ്പനിയാണ്. അവർ ഏതെല്ലാം രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2 പൊതു താല്പര്യം. നേരത്തെ ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4-മത്തത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5-മത്തത്, നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ.